ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പുതിയതായിട്ട് ഒരു വീട് നല്ല പോഷ് ലെവലിൽ ഒരു വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് നോക്കുക. കാരണം സ്ട്രക്ചർ വർക്ക് ഇത് ഒരൊറ്റ ഭിത്തിയാണ് വരുന്നത്. നമ്മുടെ ലിവിങ് ഏരിയ കയറി വരുന്ന ലിവിങ് ഏരിയ കാണുന്നത് ഏകദേശം 2 നില ഹൈറ്റ്, 2 ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫുൾ ഒറ്റ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലെ സീലിംഗ്, അതിൻ്റെ വർക്കുകൾ, പിന്നെ അതിൻ്റെ സൈഡിലുള്ള സീലിംഗ് വർക്കുകൾ, ലൈറ്റ്സുകൾ, പിന്നെ അതുപോലെ തന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ വർക്ക്, അതായത് ആ ഭിത്തിയുമേ വന്നിരിക്കുന്ന സ്ട്രക്ചറൽ വർക്കാണ് ജസ്റ്റ് കാണിക്കുന്നത്. അതുപോലെ വളരെ ഡിസൈനിങ് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ വളരെ സിമ്പിളാണ്. അതെല്ലാം വേറൊന്നുമില്ല, മാസ്കിംഗ് ടേപ്പ് വെച്ചതിന് ശേഷം വേണ്ട ലെവലിൽ കറക്റ്റ് ചെയ്ത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം സ്ട്രക്ചറൽ വർക്കിനുള്ള പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതാണ്. പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വാം വൈറ്റ്സ് ആണ് കംപ്ലീറ്റ് ലൈറ്റ്സുകളും കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഭയങ്കര ലുക്കാണ്. വീടിൻ്റേതായ ഒരു ലുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സുകളും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്കും കാര്യങ്ങളെല്ലാം നല്ല പ്രൊജക്റ്റ് ചെയ്ത് ഫീൽ ചെയ്യണമെങ്കിൽ വാം വൈറ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ, അത് ജസ്റ്റ് ഒരു കട്ടിങ് പോലെയാണ് നിൽക്കുന്നത്. അതായത് മാസ്കിംഗ് ടേപ്പ് 1/2 ഇഞ്ച് കനം വരുന്ന മാസ്കിംഗ് ടേപ്പ് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ വർക്ക് ആദ്യം പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത് നമ്മുടെ വർക്ക് ഇതിനുള്ള പെയിൻറ്റ് കാര്യങ്ങൾ നമുക്ക് സ്ട്രക്ചറൽ വർക്കിനുള്ള പെയിൻറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഇനി അതിനോട് തന്നെ ആ വീടിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് രൂപക്കൂടാണ് ഈ വന്നിരിക്കുന്നത്. രൂപക്കൂട് നമ്മൾ നമ്മുടെ മൾട്ടിവുഡിലാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മുടെ ചെറിയ ഗ്ലാഡിങ്സ് വരുന്ന ടൈലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഒട്ടിച്ചിരിക്കുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ട ലൈറ്റ്സുകൾ മുകളിൽ നിന്ന് 3 രൂപത്തിന് വയ്ക്കുന്ന ലൈറ്റ്സുകൾ, പിന്നെ 2 സൈഡിൽ വേണമെങ്കിൽ 2 രായല് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ താഴെ ബൈബിൾ വയ്ക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ്, ബൈബിൾ വയ്ക്കുമ്പോൾ ഫുൾ ടൈം ബൈബിളിൻ്റെ ഫ്രണ്ടിലേക്ക് സെൻറ്ററിലേക്ക് തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും ടോപ്പിലുള്ള സെൻറ്ററിലുള്ള പാളിയിൽ നിന്ന് നേരെ കൊടുക്കുന്നത് നമ്മുടെ ബൈബിൾ വരുന്ന രീതിയിൽ ബൈബിളിലേക്ക് ഡയറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ബൈബിളിൻ്റെ അവിടെ വയ്ക്കുന്ന ലൈറ്റ്സ് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ നല്ല ഇതായിരിക്കും, നല്ലൊരു ലുക്കായിരിക്കും. കാരണം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റബിളായിട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയ കിച്ചണിൻ്റെ ഏരിയ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടി വിയുടെ ഏരിയ, ടി വി വരുന്ന സമയത്ത് ടി വിയുടെ സൈഡുകളിലായിട്ട് ടി വി ഒന്നും മൂടിപ്പോവില്ല. ടി വി വെച്ചതിന് ശേഷം ടി വിയുടെ സൈഡുകളിൽ കാണുന്ന രീതിയിലാണ് ലുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോടനുബന്ധമായ രീതിയിൽ തന്നെയുള്ള ഫാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് നമ്മൾ ഇതിൻ്റെ അകത്ത് LED സ്ട്രിപ്പ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല. LED സ്ട്രിപ്പ് വേണമെങ്കിൽ നമുക്ക് RYB പല രീതിയിൽ കളർ വരുന്ന രീതിയിൽ കൊടുക്കാം. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് എപ്പോഴും നല്ലത് വാം വൈറ്റ് ആണ് ഏറ്റവും നല്ലത്. വാം വൈറ്റ് കൊടുത്താൽ തന്നെ വീടിൻ്റേതായ ഒരു ലുക്ക് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.